യൂത്ത് കോൺഗ്രസുകാരൻ പോലും പറഞ്ഞാൽ കേൾക്കാത്ത അവരുടെ മെമ്പർ ഓഫ് പാർലമെന്റിന് ഇന്ത്യൻ പാർലമെന്റിനകത്ത് LSE ആവശ്യപ്പെട്ട LSE ഉയർത്തിയ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പാണ്, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വഴി, നമ്മൾ മുന്നോട്ട് പോയിക്കുന്ന ഒരു വഴി, അത് 100% ശരിയാണ്. കൊള്ളേണ്ടിടത്തെല്ലാം കൊണ്ടിട്ടുണ്ട് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോൺഗ്രസുകാരൻ പോലും പറഞ്ഞാൽ കേൾക്കാത്ത മെമ്പർ ഓഫ് പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് LSE ഉയർത്തിയ ഒരു ആവശ്യം അവിടെ ഉയർത്തിയത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ യാത്രയിൽ ഓരോ ദ്വീപിലും വന്നു പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, അബ്ദുദാസ് ഏതെങ്ങാനുമാണ് അടുത്ത നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റ് ആവുന്നത് എങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം 1-2 തസ്തികകൾ പുതുതായിട്ട് കൂടി നമുക്ക് ചേർക്കേണ്ടി വരും. ഒന്ന്, അദ്ദേഹം മണ്ടത്തരങ്ങൾ പറയുമ്പോൾ മൈക്കിന്റെ വോളിയം കുറയ്ക്കാനും, 2 അദ്ദേഹം ഉറങ്ങുമ്പോൾ തോണ്ടി ഉണർത്താനുമൊക്കെ. അങ്ങനെ ആ പോസ്റ്റുകളിലൊക്കെ ഇന്ന് അലി അക്ബറിനെ പോലുള്ള പലരെയും നിയമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പറഞ്ഞു കൊടുത്തതുകൊണ്ടാവാം മുൻകാല അനുഭവങ്ങൾ വെച്ച് LSE മുന്നോട്ട് വെച്ച ആശയങ്ങളെ പരിഹസിക്കുമ്പോൾ അത് പിന്നീട് അവർക്ക് തന്നെ തിരിച്ചടിയാവുമെന്നുള്ളത് കൊണ്ടാവാം ഇന്ന് LSEയുടെ വഴിക്ക് തന്നെ ഇന്നും മുമ്പത്തെ പോലെ കോൺഗ്രസുകാരനും NSUകാരനും അവരുടെ നേതാവിനും വരേണ്ടി വന്നു. അത് മനസ്സിലാക്കാൻ 1970കളിലേക്ക് നമുക്ക് പോവേണ്ടതില്ല. കഴിഞ്ഞ 5 വർഷക്കാലത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രം എടുത്തു നോക്കുമ്പോൾ മുമ്പത്തെ പ്രാസംഗിലൂടെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ 2020 കാലഘട്ടം കോവിഡ് മഹാമാരിയിൽ ലോകം മുഴുവൻ പറയുന്നിരുന്നു. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ദിനേശ്വർ ശർമ്മ സാറും അന്നത്തെ ജനപ്രതിനിധികളും കൂടിയാലോചിച്ച് കൊണ്ടുവന്ന SOPയും അതിന്റെ ഭാഗമായുള്ള ക്വാറന്റൈൻ സമ്പ്രദായങ്ങൾ നമ്മൾ പിന്തുടരുന്നതോടുകൂടി നമ്മുടെ ഈ ദേശം മാത്രം ഗ്രീൻ സോണായി നിലനിന്നു. ആ സമയത്താണ് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് വൻകരയിലേക്ക് യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക് പോവേണ്ട ഒരു ആവശ്യമുണ്ടായത്. അന്ന് ഓടിപ്പിടിച്ച് തന്തചമയാൻ വേണ്ടി NSUകാരൻ പോയി ലെറ്റർ കൊടുത്തു, ഇവിടെ നിന്നൊരു കപ്പൽ കൊച്ചിയിലേക്ക് വിദ്യാർത്ഥികളെയും കൊണ്ട് വിദ്യാർത്ഥികൾക്കായി ഒരു കപ്പൽ ചാർട്ട് ചെയ്തു തരണം. അന്നത്തെ സാഹചര്യം നമുക്കറിയാം, ആരും അങ്ങനെ വെറുതെ കൊച്ചിയിലേക്ക് പോകുന്ന ഒരു സമയമല്ല. വലിയ വലിയ ഇവാക്യുവേഷൻ അല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ചികിത്സ പോലും നമുക്ക് അന്നത്തെ ആ PPP മോഡൽ ഹോസ്പിറ്റലുകളിലൂടെയും ആ ചികിത്സ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഗുണം നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്തും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും LSEക്കാരെ വിളിച്ച് ആവശ്യപ്പെട്ടത്, അവരുടെ ആവലാതികൾ ബോധിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞത്, ഒന്നുകിൽ ആ എക്സാം ഈ കോവിഡ് കഴിയുന്നതുവരെ നീട്ടിവെക്കണം.